നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പോർച്ചുഗലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിച്ചല്ലോ. അതിന് പിന്നാലെ പോർച്ചുഗലിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വരുത്തും. ചില പ്രധാന താരങ്ങൾ ഒഴിവാക്കി എന്നാണ് വിമർശകർ പറയുന്നത്. പോർച്ചുഗലിലെ പ്രധാന മാധ്യമം ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകുന്ന എബോല ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. പ്രധാനമായിട്ടും പലീഞ്ഞ, അന്റോണിയോ സിൽവ, ഹോർട്ട, പൗളീഞ്ഞോ ഇങ്ങനെയുള്ള താരങ്ങളെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തതാണ് വലിയ രൂപത്തിൽ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത്. റോബർട്ടോ മാർട്ടിനസ് 27 പേരെയാണ് സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത്. സാധാരണ 26 പേരാണ് വേൾഡ് കപ്പിന് പോവുക. സോ ഫോർത്ത് ഗോൾ കീപ്പറായിട്ട് വന്നിട്ടുള്ള താരം പുറത്തു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. റിക്കാർഡോ വെലോ വേൾഡ് കപ്പിന് പോകാൻ സാധ്യതയിൽ, ഇനി പോയാൽ തന്നെ സ്ക്വാഡിൽ രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല. അപ്പം പല താരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ശരിയാണ്. ഗോൺസാലോ ഗുയിഡസ്, സാമു കോസ്റ്റ, ഈ താരങ്ങളെ ഉൾപ്പെടുത്തിയത് മോസ്റ്റ് സർപ്രൈസിങ് നെയിംസ് ആയിട്ടാണ് പോർച്ചുഗീസ് ആരാധകർ ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഈ താരങ്ങൾ എത്താനുള്ള സാധ്യത മാർച്ച് മാസത്തിലെ ട്രെയിനിങ് ക്യാമ്പിലും മറ്റുമൊക്കെ ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആബ്സെൻസ് അത് വലിയ രൂപത്തിൽ ചർച്ചയാകുന്നുണ്ട് ചില താരങ്ങളുടെ കാര്യത്തിൽ. അതായത് മോസ്റ്റ് സർപ്രൈസിങ് ഡിസിഷൻ, ഒരു സംശയവും വേണ്ട, ജാവോ പലീഞ്ഞയുടേതാണ്. ടോട്ടനാമിൻ്റെ താരം, ടോട്ടനാം മിഡ്ഫീൽഡർ. ശരിയാണ്, ഈ സീസണിൽ അത്ര മികച്ചൊരു പ്രകടനമല്ല നടത്തിയിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും റോബർട്ടോ മാർട്ടിനസിൻ്റെ സ്ക്വാഡിൽ ഇടം പിടിക്കാറുള്ള താരമാണ്. മാർച്ചിലെ കൊളപ്പിലേക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷേ അതിനു മുമ്പ് പല ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. പ്രധാന താരമായിട്ട് കണക്കാക്കിയിരുന്ന ആളാണ്. അദ്ദേഹത്തെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. സോ സാമു മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കാൻ കോച്ച് തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ മാത്യൂസ് ന്യൂനസിൻ്റെ വേഴ്സിറ്റാലിറ്റിയും കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ പലീഞ്ഞക്ക് പുറത്തേക്കുള്ള വഴി തെളിയുകയായിരുന്നു. അതോടൊപ്പം തന്നെ മാർച്ചിലെ അവസാനത്തെ ഇൻ്റർനാഷണൽ കോളപ്പിൽ ഉണ്ടായിരുന്ന താരങ്ങളിൽ 5 പേര് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ഒന്ന് അന്റോണിയോ സിൽവയാണ്. അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ളൊരു കാരണം തോമസ് അറൗഹോയെ സ്ക്വാഡിലേക്ക് എടുത്തു, അതുകൊണ്ടുകൂടിയാണ്. പിന്നെ പുറത്താക്കപ്പെട്ട താരം മാത്യൂസ് ഫെർണാണ്ടസ് ആണ്, വെസ്റ്റാമിൻ്റെ മിഡ്ഫീൽഡർ. റിക്കാർഡോ ഹോർട്ട, അതുപോലെ പെഡ്രോ ഗോൺസാലസ്, SC ബ്രാഗയുടെയും സ്പോർട്ടിങ്ങിൻ്റെയും താരങ്ങളാണ്, അവരെ ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ പൗളീഞ്ഞോ, അദ്ദേഹത്തെ മാർച്ചിലെ കോളപ്പിലേക്ക് ലാസ്റ്റ് മിനിറ്റിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്നു, പകരം ഗോൺസാലോ ഗൊയ്ഡസിനെ ഉൾപ്പെടുത്തുന്നു. അപ്പം ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്കാണ് കോച്ച് പോയിരിക്കുന്നത്. വിളിക്കും സ്ക്വാഡിലേക്ക് എന്ന് കരുതിയ പല താരങ്ങളെയും ഒഴിവാക്കിയിട്ടുണ്ട്. റോഡ്രിഗോ മോറ, FC പോർട്ടോയുടെ താരം, അദ്ദേഹത്തെ ഇപ്പോൾ മെക്സിക്കോക്കെതിരെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെയും ഉള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ്. അദ്ദേഹം പക്ഷേ പിന്നീട് ഇഞ്ചുറി കാരണം റിലീസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള താരങ്ങൾ, അതുകൂടാതെ നോക്കുക, മറ്റു പ്ലെയേഴ്സ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് ജാവോ കർവേലോ, SC ബ്രാഗയുടെ താരം, ഇപ്പം അണ്ടർ 21 റെഗുലർ സ്റ്റാർട്ടറാണ്. പിന്നെ ന്യൂനോ ടൊവേരസ്, അതുപോലെ കാർലോസ് ഫോബ്സ്, ഇങ്ങനെയുള്ള താരങ്ങൾ. നവംബറിലെ കൊളപ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള താരങ്ങളെയും ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഏതായാലും വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇങ്ങനെ പലീഞ്ഞയുടെ പുറത്താവലാണ് വലിയ രൂപത്തിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുള്ളത്. എന്തായാലും പോർച്ചുഗലിൽ പലരും ഈ ഒരു കോളപ്പിൽ സ്ക്വാഡിൻ്റെ കാര്യത്തിൽ സംതൃപ്തരല്ല എന്നർത്ഥം. 27 അംഗ സ്ക്വാഡാണ്. അത് നമ്മളൊന്ന് നോക്കിയാണ്. പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ പോസ്റ്റ് ഇട്ടത് 27+1 ഫോർ വേൾഡ് കപ്പ് എന്നാണ്. അത് ഡിയേഗോ ജോട്ടയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് +1 എന്ന് പറയുന്നത്. ഏതായാലും സ്ക്വാഡിലേക്ക് ഒന്നുകൂടി നമ്മൾ പോവുകയാണെങ്കിൽ ഡിയേഗോ കോസ്റ്റ, ഹോസേസ, റൂയി സിൽവ, റിക്കാർഡോ വെല്ലോ എന്നിവരാണ് ഗോൾ കീപ്പർമാരായിട്ട്. 4 പേര്. റിക്കാർഡോ വെല്ലോ പുറത്താനുള്ള സാധ്യതയുണ്ട്. ദെൻ ഡിഫൻസിൽ ഡിയേഗോ ഡാലോട്ട്, മാത്യൂസ് ന്യൂനസ്, നെൽസൺ സെമെഡോ, ജാവോ കൺസേലോ, ന്യൂനോ മെൻഡസ്, ഗോൺസാലോ ഇനാസിയോ, റെനാറ്റോ വെയ്ഗ, റൂബൻ നെവസ്, തോമസ് അറൗഹോ. മധ്യനിരയിൽ റൂബൻ നെവസ്, സാമുവൽ കോസ്റ്റ, പിന്നെ ജാവോ നെവസ്, വിറ്റീഞ്ഞ, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ. മുന്നേറ്റത്തിൽ ജാവോ ഫെലിക്സ്, ട്രിങ്കാവോ, ഫ്രാൻസിസ്കോ കോൺസിസാവോ, പെഡ്രോ നെറ്റോ, റാഫേൽ ലിയാവോ, ഗോൺസാലോ ഗുയിഡസ്, ഗോൺസാലോ റാമോസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ. എന്തായാലും ഏത് സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോഴും ചില വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ അർത്ഥത്തിൽ ഇതിനെ കാണേണ്ടതുള്ളൂ.
തിരഞ്ഞെടുത്ത സ്ക്വാഡ് മോശമല്ല. വേൾഡ് കപ്പിൽ അവർക്ക് മികവ് കാണിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.